അന്ന് ഒരു മൂടൽമഞ്ഞുള്ള രാത്രിയായിരുന്നു. പട്ടണത്തിൽ നിന്നൊരു യുവാവ് തന്റെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുവാനായി ബസ് സ്റ്റാൻഡിലെത്തി. സമയം അർദ്ധരാത്രി 12. സ്റ്റാൻഡ് മുഴുവൻ ശൂന്യമായിരുന്നു. ലൈറ്റുകൾ മങ്ങലായി തെളിഞ്ഞു നിന്നു. ഇടയ്ക്കിടെ മഴത്തുള്ളികൾ വീണ് നിലത്തടിക്കുന്ന ശബ്ദം മാത്രം കേൾക്കാം. ചില നിമിഷങ്ങൾക്ക് ശേഷം പഴക്കം ചെന്ന ഒരു ബസ് സ്റ്റാൻഡിൽ കടന്നുവന്നു. ഹെഡ്ലൈറ്റുകൾ മങ്ങലായി തെളിഞ്ഞു. എഞ്ചിൻ കുരുൾ മുഴക്കി നിന്നു. ഡ്രൈവറുടെ മുഖം വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. കണ്ടക്ടറും ഒന്നും പറയാതെ ഒരു കണ്ണോടിച്ച് വാതിൽ തുറന്നു. അനൂപ് അകത്തു കയറുമ്പോൾ വിചിത്രമായൊരു അനുഭവം. യാത്രക്കാരെല്ലാം മൗനമായിരുന്നു. അവർ എല്ലാവരും ഇരുട്ടിൽ ഇരുന്ന പോലെ. മുഖങ്ങൾ വെളുത്ത നിറം, കണ്ണുകൾ വിചിത്രമായി ശൂന്യമായിരിക്കുന്നു. ആരും തമ്മിൽ സംസാരിക്കുന്നില്ല. സീറ്റിലിരുന്നപ്പോൾ അവന്റെ അടുത്ത ഒരു പെൺകുട്ടി അവൾ ചെറുതായി തിരിഞ്ഞു നോക്കി പറഞ്ഞു, "നിനക്ക് ഇവിടെ ഇരിക്കാൻ പാടില്ല. അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം. ഇല്ലെങ്കിൽ മടങ്ങിപ്പോകുവാൻ വഴിയുണ്ടാകില്ല." അനൂപ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, "എന്താണിതിനർത്ഥം? എന്താണ് നീ ഇങ്ങനെ പറയുന്നത്?" പക്ഷേ അവളൊന്നും പറഞ്ഞില്ല. മുഖത്ത് ഭയത്തിന്റെയും കരുണയുടെയും ഒരു സംശയകരമായ പ്രകടനം മാത്രം. ബസ് മുന്നോട്ടു പോയപ്പോൾ അനൂപ് ജനൽക്കപ്പുറത്ത് നോക്കി. പതിവായി കാണേണ്ട റോഡുകൾ, കടകൾ, വീടുകൾ ഒന്നും കണ്ടില്ല. പകരം മൂടൽമഞ്ഞിൽ അലഞ്ഞു പോകുന്ന മരങ്ങളും അവസാനമില്ലാത്തൊരു കറുത്ത പാതയും മാത്രം. അവന്റെ കയ്യിൽ മൊബൈൽ എടുത്തു നോക്കിയപ്പോൾ സമയം പോലും മങ്ങിയ നിലയിൽ കുടുങ്ങിക്കിടക്കുന്നത് പോലെ തോന്നി. 12:30 തന്നെയായിരുന്നു സമയം. അടുത്ത സ്റ്റോപ്പിൽ ബസ് ചെറുതായി നിർത്തി. ഇരുണ്ടിടത്ത് ഒരു പഴയ ബോർഡ്. അതിൽ എഴുതി വച്ചിരിക്കുന്നു, ചെമ്മണ്ണൂർ സ്റ്റോപ്പ്. പക്ഷേ ആ സ്ഥലം അനൂപ് ഒരിക്കലും കേട്ടിട്ടില്ലായിരുന്നു. മേഘ പെട്ടെന്ന് എഴുന്നേറ്റ് ഇറങ്ങുവാൻ തുടങ്ങി. അനൂപിന്റെ മനസ്സിൽ ഒരുതരം വിചിത്രമായ വികാരം. അവളോടൊപ്പം ഇറങ്ങണം. അവനും ഇറങ്ങി. അവൻ ഇറങ്ങി നിൽക്കുന്നതിനിടെ ബസ് വീണ്ടും മുന്നോട്ടു പോയി. കുറച്ചു മീറ്റർ മുന്നോട്ടു പോയ ഉടനെ അത്ഭുതകരമായി ബസ് മുഴുവനും മങ്ങി മാറി. കറുത്ത പുകയായി അലിഞ്ഞ് അപ്രത്യക്ഷമായി. അനൂപ് ഞെട്ടി. ഇതെന്താണിങ്ങനെ? എവിടെയാണ് ഈ ബസ് പോകുന്നത്? പിന്നിൽ നിന്നും മേഘയുടെ ശബ്ദം. അവരെല്ലാം ജീവനുള്ളവർ അല്ല. വർഷങ്ങൾക്ക് മുൻപ് ഇതേ സമയം ഇതേ പാതയിൽ ആ ബസ് അപകടത്തിൽപ്പെട്ടിരുന്നു. യാത്രക്കാരെല്ലാവരും മരിച്ചുപോയി. ഇന്നുവരെ അവരുടെ ആത്മാക്കൾക്ക് മോചനം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അവർ ഇന്നും ഈ ബസ് ഓടിക്കുന്നത്, ഒരിക്കലും ലക്ഷ്യത്തിലെത്താതെ. അനൂപിന്റെ ശരീരത്തിലൂടെ ചൂടുമാറി തണുപ്പ് പടർന്നു. അവൻ തിരിച്ചറിഞ്ഞു, അവളില്ലായിരുന്നുവെങ്കിൽ താനും ആ ബസ്സിനൊപ്പം ഒരിക്കലും തിരികെ വരാത്ത യാത്രക്കാരിലൊരാളായേനെ.